ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫസ്റ്റത്തെ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ എക്സസൈസ് ചെയ്തു, അതേപോലെ എത്ര നേരം കൊണ്ട് നമുക്ക് നോർമൽ ഡെലിവറി ആയി എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. സോ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കും അതേപോലെ ഡെലിവറി ഒക്കെ എടുത്തിരിക്കുന്നവർക്കൊക്കെ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ചിലവർക്ക് എനിക്കും അറിയാമായിരിക്കുമല്ലോ, നമ്മൾ സെക്കൻഡ് പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ അടുത്ത മാസമാണ് നമ്മുടെ ഡെലിവറി ഡേറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ അത്തൂസിൻ്റെ കാര്യത്തിൽ ഞാൻ ഡെലിവറി ടൈമിൽ ഞാൻ എന്തൊക്കെ എക്സസൈസ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. 1 മന്ത് തൊട്ടിട്ട് 8 മന്ത് വരെയും ഞാൻ തന്നെയാണ് എൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നത്. ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് അമ്മയ്ക്കാണെങ്കിലും വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ എന്നെ നോക്കിയതും എൻ്റെ ഹസ്ബൻഡിനെ നോക്കിയതും അതായത് ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയതും വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയതും ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ 1 മന്ത് തൊട്ട് 8 മന്ത് വരെയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, തുടക്കത്തിൽ ഒരു 3 മന്ത് വരെ എല്ലാവർക്കും ഛർദി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു, നല്ലപോലെ ഉണ്ടായിരുന്നു അത്തൂസിൻ്റെ കാര്യത്തിൽ കേട്ടോ. എനിക്ക് മുട്ടയുടെ സ്മെല്ല്, അതേപോലെ സവോള വയറ്റുന്ന സ്മെല്ല്, പിന്നെന്താ ചോറ് വാർക്കുന്ന സ്മെല്ല്, ഇതൊന്നും പറ്റില്ലായിരുന്നു. അപ്പോഴത്തേക്കും വാമിറ്റ് ആവുമായിരുന്നു കേട്ടോ. 3 മന്ത് വരെ അതുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അതങ്ങനെ സ്റ്റോപ്പായിരുന്നു. പക്ഷേ എന്നിരുന്നാലും തുടയ്ക്കൽ, അടിക്കൽ, അതേപോലെ അലക്കൽ ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ തുണികൾ ഇട്ടിട്ടുണ്ടാവും. വേറൊന്നല്ല, നല്ല മഴക്കാലമാണ്, പുറത്തിട്ട് നല്ല മഴയാണ്, ഒന്നും ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ബാക്കിൽ ഇങ്ങനെ തുണിയിട്ടുണ്ട്. ഒരു അലങ്കോലമായിട്ട് കാണുന്നുണ്ടല്ലേ, അത് നോക്കട്ടെ, ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ തുടയ്ക്കൽ, അടിക്കൽ, അതേപോലെ അലക്കൽ ഇതെല്ലാം ഞാൻ ചെയ്തായിരുന്നു. പക്ഷേ 3 മന്ത് വരെയും ഞാൻ അധികം കുനിയാതെയായിരുന്നു അലക്കലൊക്കെ ചെയ്തായിരുന്നു. അലക്കാൻ അപ്പം അതിന് മാത്രം തുണിയൊന്നും ഉണ്ടാവില്ല. എൻ്റെ ഡ്രസ്സ്, ഹസ്ബൻഡിൻ്റെ ഒരു യൂണിഫോം അത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെന്താ, ഇവിടെ പിന്നെ വാടക വീടാണ്. ഒരു റൂമും ഒരു അടുക്കളയും ചെറിയൊരു സിറ്റൗട്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം ഒന്നും അടിച്ചു വരാനും ഉണ്ടാവില്ല, കുറച്ച് അടിച്ചു വരാനും ഉണ്ടാവും. തുടയ്ക്കണത് വലിയ മോപ്പെടുത്തിട്ടാട്ടോ 3 മന്ത് വരെയും ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞൊരു ശേഷം ഒരു 4, 5, 6 ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം ഛർദി കാര്യങ്ങളൊക്കെ നിന്നു. ഒന്ന് കഴിക്കാൻ, ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ഉഷാറൊക്കെ വരാൻ തുടങ്ങി. ഫുഡ് കഴിക്കാനൊക്കെ പറ്റി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കും, എനിക്കിഷ്ടപ്പെട്ട ഫുഡുകൾ ഉണ്ടാക്കും. അതേപോലെ വീട്ടിലെ എല്ലാ പണി ഞാൻ ചെയ്യും. പിന്നീട് നമ്മൾ അടിച്ചു വരുന്നതൊക്കെ കുറച്ചും കൂടി ചെറിയ ചൂലെടുത്തിട്ട് നമ്മൾ അടിച്ചു വരുമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു എക്സസൈസായി. പിന്നെന്താ, തുടയ്ക്കുക, നമ്മുടെ മോപ്പല്ലാതെ തുണിയിൽ പഴയ തുണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് തുടയ്ക്കില്ലേ, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അലക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അലക്കി നമ്മൾ ഒലുമ്പിയെടുക്കുമ്പോൾ കുനിഞ്ഞിട്ടായിരുന്നു ഞാൻ ഒലുമ്പിയെടുത്തായിരുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു എക്സസൈസായി. പക്ഷേ ഇതൊന്നും ചെയ്തിട്ടും എന്താ പറയുക, അധികം ജോലിയൊന്നുമില്ല ഇവിടെ, ഇത് മാത്രമുള്ള ജോലി. അപ്പോൾ പിന്നെ എല്ലാവരും പറയാൻ തുടങ്ങി നന്നായി നടക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അവസാനം ഒരു 7 മാസം കഴിയുമ്പോൾ പിന്നെ ഞാൻ രാവിലെ ഈ ജോലിയുടെ പുറമെ രാവിലെയും വൈകിട്ടും നടക്കുമായിരുന്നു. മുറ്റത്തുകൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു വ്യായാമമായി. അങ്ങനെയൊക്കെ ഇരിക്കെ പിന്നെ നമുക്ക് തുടക്കത്തിൽ നമ്മുടെ പ്രഗ്നൻസി ഹെൽത്തി ആയിരുന്നു, വേറെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ എക്സസൈസൊക്കെ ചെയ്തു എന്ന് ഡോക്ടർ നമുക്ക് പറഞ്ഞായിരുന്നു. എന്നിട്ടാട്ടോ നമ്മൾ ചെയ്തത്, അല്ല ഡോക്ടറുടെ ഒരു ഇതില്ലാതെ നമ്മൾ ചെയ്തത്. ചിലവർക്കൊക്കെ ലോ ലൈൻ പ്ലാസൻ്റ ഒക്കെ ആവും, അതായത് നമ്മുടെ യൂട്രസിൻ്റെ ഒക്കെ താഴെ പ്ലാസൻ്റ വന്ന് നിൽക്കുമ്പോൾ നല്ല ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ റെസ്റ്റ് നമ്മൾ ഡോക്ടർ പറയുന്നത് വരെ റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക, അല്ലാതെ ഓടിപ്പോയി എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. പണ്ടുള്ളവരൊക്കെ വന്നിട്ട് പറയും കുനിഞ്ഞ് ചൂലെടുത്ത് അടിച്ചു വരെ അത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഡോക്ടറുടെ ഒരു ഇതിൽ നിർദ്ദേശമില്ലാതെ ഒന്നും തന്നെ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മളൊരു 8 മന്ത് ഒക്കെ ആയപ്പോൾ നാട്ടിലേക്ക് പോയി. അമ്മയൊക്കെ വന്ന് നാട്ടിലേക്ക് കൊണ്ടുപോയി. നാട്ടിൽ പോയപ്പോഴത്തേക്കും നമ്മളിങ്ങനെ പാറൊക്കെ കയറി ഇറങ്ങണമായിരുന്നു. അടിച്ചു വാരും അവിടെ പോയിട്ട് ഞാൻ അടിച്ചു വാരും, തുണികൾ അലക്കും, നടക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ ഡേറ്റ് ആയപ്പോഴത്തേക്കും
ഡെലിവറി കുറച്ചും കൂടി ഈസിയായി. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് പെൺകുട്ടികളാകുമ്പോഴത്തേക്കും കുറച്ച് വേദന കൂടുതൽ അനുഭവിക്കും. പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ. ഡെലിവറി പെയിന് കുറച്ച് നീണ്ടു നിൽക്കും. ആകുമ്പോൾ ഡെലിവറി പെയിന് അത്രയും ഉണ്ടാവില്ല എന്ന്. എനിക്ക് പെൺകുട്ടിയായിരുന്നു ഫസ്റ്റ്. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഡെലിവറി പെയിന് ഒരു ദിവസമാണ് എടുത്തത്. പക്ഷെ എനിക്ക് പിറ്റേ ദിവസം മുതലേ ചെറിയൊരു ഇടുപ്പ് വേദന ഉണ്ടായിരുന്നു. 2 ദിവസം ഞാൻ നന്നായി വേദന അനുഭവിച്ചിട്ടുണ്ട് അത്തൂസിൻ്റെ കാര്യത്തിൽ. ഇനി നെക്സ്റ്റ് എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും നിങ്ങളുമായിട്ട് എന്തായാലും ഞാൻ ഷെയർ ചെയ്യും ഗൈസ്. അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും അവർ പിന്നെയും നടക്കാൻ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് മുതലേ ഭയങ്കര നടത്തവും ജോലികളും എല്ലാം ചെയ്തിട്ടാണ് നമ്മുടെ അത്തൂസിനെ നോർമൽ ഡെലിവറി ആയി എടുത്തത്. ഓക്കെ. പിന്നെന്താ, എക്സസൈസായിട്ട് നമ്മൾ പിന്നെ ചെയ്തത് മറ്റേ ബട്ടർഫ്ലൈ എക്സസൈസ് ഇല്ലേ, എങ്ങനെ ഇരുന്നിട്ട്, അങ്ങനത്തെ എക്സസൈസ് ചെയ്തായിരുന്നു. ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം കേട്ടോ. പിന്നെ ഡക്ക് വാക്കിംഗ് പറഞ്ഞിട്ടുള്ള എക്സസൈസ് ഇല്ലേ, അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം ആ ഒരു ഡെലിവറി എടുത്ത ആ ഒരു ടൈമിലാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പെട്ടെന്ന് എടുത്ത് ചാടി എല്ലാം ചെയ്യില്ല, മെല്ലെ മെല്ലെ ഓരോ എക്സസൈസും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും എനിക്ക് ഡെലിവറി ടൈമിൽ കിട്ടിയായിരുന്നു. ഓക്കെ. പിന്നെ ഡെലിവറി ടൈമിൽ നല്ലപോലെ ബ്രീത്തിങ് എക്സസൈസ് ഞാൻ പഠിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് കുറച്ച് വേദനയ്ക്കൊരു ശമനം ഉണ്ടായിരുന്നു. നല്ലപോലെ വേദന വരുമ്പോൾ ഞാൻ നല്ലപോലെ ഇതാവും. അത് കഴിയുമ്പോൾ ഞാൻ നല്ല ബ്രീത്തിങ് എക്സസൈസും കൂടി എടുക്കുമായിരുന്നു. ഇതൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യം. ഇതിപ്പോൾ 8 മന്തായി. ഈ 8 മാസം വരെയും എൻ്റെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യം, എൻ്റെ അത്തൂസിൻ്റെ കാര്യം, വീട്ടിലെ കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തത്. ആദ്യത്തെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പണിയൊന്നും എടുക്കില്ലായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. നമുക്കറിയില്ലല്ലോ, ഫസ്റ്റത്തെ ഡെലിവറി ഒക്കെ അല്ലേ. അപ്പോൾ നല്ല കെയറിങ് നടന്നു. കെയറിങ് മീൻസ് നല്ല കുനിയാനൊക്കെ ഒരു ഭയം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സകല പണി ഞാൻ എടുക്കും. അത്തൂസിൻ്റെ ഒപ്പമുള്ള ഓട്ടം, ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. അത്തൂസിൻ്റെ ഒപ്പമുള്ള ഓട്ടം തന്നെ ഉണ്ട്. അവളങ്ങോട്ട് ഓടുമ്പോൾ അങ്ങോട്ട് ഓടും, അവൾക്ക് ഫുഡ് കൊടുക്കുക, ഓടണം, അങ്ങനെ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ എങ്ങനെയാവും ഡെലിവറി എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഓരോ അപ്ഡേറ്റ്സും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മുടെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് കണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഇട്ട്